ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് 11.5 സെന്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അടിപൊളി വീടാണ്ട. നല്ല മഴയായിരുന്നു, അതാണ് ഇവിടെ ഈ വെള്ളം കിടക്കണ. ഇവിടെ വെള്ളക്കെട്ട കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. പ്രളയത്തിന് പോലും വെള്ളം കയറാത്തൊരു സ്ഥലമാണിത്. ഇതിപ്പോ വലിയൊരു മഴ കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഫ്രണ്ടിലാണെങ്കിൽ മാവ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതും 4 ബെഡ്റൂമുള്ള നല്ല അടിപൊളി വീട്. കണ്ട നേരെ മെയിൻ റോഡാണ് കാണാം. നേരെ വണ്ടി പോകണണ്ട ഈ മതിലിന്റെ അപ്പുറത്ത് നേരെ മെയിൻ റോഡാണത്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും ദയവായിട്ടൊരു ലൈക്ക് അടിക്കണേ, കാരണം നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു പ്രചോദനം. കണ്ട ഈ നേരെ കാണാ വണ്ടി പോകണണ്ട മെയിൻ റോഡാണ് കാണണം. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇത്ര അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. ഇതിപ്പോ മഴ പെയ്തതിനാണ് ഈ വെള്ളം കിടക്കണം, അല്ലാണ്ട് ഇവിടെ വെള്ളക്കെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല. നല്ല സൂപ്പർ ഒരു വീടാണ്. 11.5 സെന്റ് സ്ഥലമുണ്ട്. നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അതിന്റെ ഫ്രണ്ടിൽ കണ്ട അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബാക്കിലുണ്ട് കിണറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് ഇവിടെ. അങ്ങനെ ആവക എല്ലാ സെറ്റപ്പുള്ള ഒരു വീടാണിത്. ഇനിയിപ്പോ ഈ വീടിന്റെ അകത്തോട്ട് കയറാം. സിറ്റ് ഔട്ടിലൊക്കെ ചാരുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വെൽ മെയിൻറ്റൈൻഡ് വീടാണ്. ഇനി നമുക്ക് നേരെ അകത്തോട്ടല്ല, ഇനി ലിവിങ് ഏരിയയും കാര്യങ്ങളൊക്കെ കണ്ടേ. ഡോറൊക്കെ കണ്ട കംപ്ലീറ്റ് മരമൊക്കെ പാനൽ ചെയ്ത് സെറ്റാണ്. അതിൻ്റെ അകത്തൊക്കെ ടൈലൊക്കെ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് കാണാനൊക്കെ നല്ല ലുക്കൊരു വീടാണിത്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. അത്യാവശ്യം സ്പേസ് ഉള്ള ലിവിങ് ഏരിയയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് നേരിടണമെങ്കിൽ നിങ്ങൾ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയുടെയൊക്കെ ഒരു ഭംഗി നോക്കി. താഴത്തെ ഫ്ലോറിംഗ് വർക്കൊക്കെ ചെയ്തേക്കണ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടാ ഇത്രയും സെറ്റപ്പ് ഉണ്ട്. സീലിങ്ങിലും അത്യാവശ്യം ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറല്ല, എന്നാലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കാര്യങ്ങളും എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെയർ കേസിന്റെ സൈഡിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം. പിന്നെ സ്റ്റെയർ കേസിന്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതിന് കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാത്റൂം കാണിച്ചു തരാം. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിനുള്ളത്. നല്ലൊരു സെറ്റപ്പ് ഒരു ബാത്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമുക്ക് അടുത്ത കാഴ്ചകളിലോട്ട് പോവാം. നിങ്ങളുടെ ഡൈനിങ് ഏരിയ, അതിന്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഇതിന്റെ TV ഏരിയ. ഇവിടെ TV കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. ഇവിടെ TVയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയയാണ്. ഇവിടെ നിന്ന് TVയും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. ഇത് 2900 സ്ക്വയർ ഫീറ്റ് വീടാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല ബാത്റൂം, വലിപ്പമുള്ള ബാത്റൂമാണ് ഇതിനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണണം. ഇതിന്റെ കിച്ചണും ഇതൊക്കെ കാണുമ്പോൾ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഇത് ആലുവയാണ്. ആലുവ നമ്മുടെ കാർമൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വീട്. സ്കൂള് കാര്യങ്ങളെല്ലാരും 1 കിലോമീറ്റർ ചുറ്റുള്ളവരുണ്ട്. വാഷ് കൗണ്ടറൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വാഷ് കൗണ്ടറാണ്. അത് 1 കിലോമീറ്റർ ചുറ്റുള്ളവരിന് എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ കിച്ചൺ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കിച്ചണാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ള. മുകളിലും എല്ലായിടത്തും നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണം. ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം സാധനങ്ങളെല്ലാരും വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇനി ഇതിനൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. മുകളിൽ ചുറ്റിനും സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണം. അത്രയും നല്ല സെറ്റപ്പ് ആണ്. ഇനി ഇതിന്റെ സെക്കൻഡ് കിച്ചൺ. ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഡോറും ഉണ്ടല്ലോ. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ. ഈ വീടിന് ചോദിക്കണ വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,15,00,000 രൂപ ചോദിക്കണം. 11.5 സെന്റ് സ്ഥലവും 2900 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂം ഉള്ള വീട്. ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതിന്റെ മുകളിലത്തെ കാഴ്ച കൂടി കാണിച്ചു തരാട്ടാ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോലെ ഇതിന്റെ മുകളിലത്തെ കാഴ്ച കൂടി കാണാനുണ്ട്.
മുകളിലത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുള്ളതാണ്. ഇവിടെ ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നില വെച്ചല്ല, മുകളിലത്തെ നിലയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹാളാണ്. ഇതിലും സ്റ്റെയർ കേസൊക്കെ ചെറിയ ഡിസൈൻ വർക്കൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഫ്ലോറിൽ കൊടുത്തേക്കണം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് മുകളിലുള്ളത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. അതിന് ചെറിയ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, 2 ബെഡ്റൂം, ബാൽക്കണി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഒരു കോമൺ ബാത്റൂം ഉള്ളത്. മുകളിലത്തെ ഹാളിൽ ഒരു കോമൺ ബാത്റൂം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിലായിട്ട് 2 ബെഡ്റൂം കണ്ട. മുകളിലത്തെ ഹാളൊക്കെ നല്ല വലിപ്പമുള്ള ഹാളാണ്, നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും. ഇതും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം കണ്ട. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണത്. ഇതിന് സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയലൊക്കെ അത്യാവശ്യം ഇന്റീരിയലൊക്കെ ചെയ്തൊരു വീടാണത്. ഇനി ഇതിന്റെ ബാത്റൂം ബാത്റൂമൊക്കെ അത്യാവശ്യം എല്ലാരും നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്, ചെറിയ ബാത്റൂമൊന്നുമല്ല. ഇതിനും കബോർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കണ്ട നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളാണ് ഈ വീടിന് കൊടുത്തേക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ റൂമാണ് മുകളിലത്തെ നില. അപ്പൊ 4 ബെഡ്റൂം, 2 ഹാള്, ലിവിങ്, കിച്ചൺ, അങ്ങനെ എല്ലാ സൗകര്യമുള്ള 2900 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പൊ ഇതിന്റെ ലൊക്കേഷനും ഡീറ്റെയിൽ എല്ലാം ഞാൻ പറഞ്ഞ് ഇതിന്റെ വിലയും പറഞ്ഞിട്ടാ. അപ്പൊ ഫുള്ള് കാര്യങ്ങൾ ഡീറ്റെയിൽ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതാണ് അത്യാവശ്യം എല്ലാ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള, അതിനൊക്കെ നല്ല കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതിന്റെ ബാത്റൂം കാണിച്ചുതരാം. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്, ചെറുതൊന്നുമില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇത്. ഇനി നമുക്ക് ഇതിന്റെ ബാൽക്കണി കാണാം. ഇതിന്റെ ബാൽക്കണി കാണാണ്ട് ഇതിന്റെ പുറകിലൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ തുണി അലക്കാനും ഉണക്കാനൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് അതുണ്ട്. ഇതാണ് ഇതിന്റെ ബാൽക്കണി. ഇവിടെ വൈകുന്നേരമൊക്കെ ഒന്ന് കാറ്റുകൊണ്ടിരിക്കാം. ഇവിടെ നല്ല പോഷ ഏരിയയാണിത്, നല്ലൊരു ഏരിയയാണ്. അതായത് കാർമല് ഹോസ്പിറ്റൽ, ആലുവ കാർമല് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വീട്, അധികം ദൂരമൊന്നുമില്ല. ഇതാണ് ബാക്കിലുള്ള ഒരു ഓപ്പൺ ഏരിയ. ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, തുണി ഉണക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാനും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് അല്ല, വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ ഈ വീട് ഇഷ്ടമായ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.